ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സ്പേസിനെ കുറിച്ചാണ്. അപ്പോൾ സബ്സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്റ്റർ സ്പേസ് വിൻ്റെ ഒരു സബ്സെറ്റാണ് ഡബ്ല്യു എങ്കിൽ ആ ഡബ്ല്യു വിൻ്റെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ ഡബ്ല്യു ഇറ്റ് സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കണം അണ്ടർ വെക്റ്റർ അഡീഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ വെക്റ്റർ അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും സാറ്റിസ്ഫൈ ചെയ്യണം ആൻഡ് എന്തായിരിക്കണം, ഈ വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റും ആയിരിക്കണം ഡബ്ല്യു എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി ഈ വെക്റ്റർ സബ്സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് വെറും 3 കണ്ടീഷനുകളിൽ ഒന്ന് സീറോ വെക്റ്റർ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം, സീറോ ആ വെക്റ്റർ ഇൻക്ലൂഡ് ആയിരിക്കണം, അതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും വെക്റ്റർ അഡീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു തിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇഫ് ഡബ്ല്യു ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഇൻ എ വെക്റ്റർ സ്പേസ് then W is a subspace of V if and only if the following conditions are satisfied. If U and V are vectors in W, then U plus V is in W. അതായത് W ഒരു നോൺ എംപ്റ്റി സെറ്റാണ്, അതായത് വെക്റ്റർ സ്പേസിൻ്റെ അകത്തുള്ള W സബ്സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ 3 കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒന്ന് സീറോ വെക്റ്റർ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കണം, അതേപോലെ ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ വെക്റ്റർ അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ആൻഡ് ക്ലോഷർ പ്രോപ്പർട്ടി അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ വെക്റ്റർ അഡീഷൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡൊന്നും നമുക്ക് പുതിയതായിട്ട് കേൾക്കുന്ന വേർഡ്സ് ഒന്നുമല്ല. നമ്മൾ വെക്റ്റർ സ്പേസിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. വെക്റ്റർ സ്പേസ് നമ്മൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന അത്രയും ടഫൊന്നുമില്ല സബ്സ്പേസ് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി ദെൻ ഡബ്ല്യു ഈക്വൽ ടു x1, x2, x3, x4. ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ 4 എലിമെൻറ്റ്സ് വരികയാണ്. നമ്മൾ അതിനെന്ത് പറയും? 4 ടപ്പിൾസ് എന്ന് പറയും. ഇതിൽ x1, x2, x3 എന്ന് പറഞ്ഞാലൊക്കെ റിയൽ നമ്പറാണ്. അതായത് ഈ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ അത് r⁴ അല്ലെങ്കിൽ R4 എന്ന് പറഞ്ഞൊരു സ്പേസിൻ്റെ അകത്തുള്ളതാണ്. ഇനി ഡബ്ല്യു ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? സീറോ വെക്റ്റർ ഉണ്ടോയെന്ന്. സീറോ വെക്റ്റർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ഈ x1, x2, x3ക്കൊക്കെ നമ്മൾ സീറോ കൊടുക്കുക. അപ്പോൾ x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0 ആൻഡ് x3 ഈക്വൽ ടു 0. ഇനി ആ ഒരു ഡബ്ല്യു എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് x1, x2, x3ക്കൊക്കെ പകരം 0 കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 0, 0, 0, 0. അപ്പോൾ ഫുള്ള് 0 അല്ലേ, അപ്പോൾ ഇത് സീറോ വെക്റ്റർ അല്ലേ, അപ്പോൾ ഇതിൻ്റെ അകത്ത് സീറോ വെക്റ്റർ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ഡബ്ല്യു ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ എന്ന് പ്രൂവ് ചെയ്യണം ആൻഡ് ഡബ്ല്യു ഈസ് ക്ലോസ്ഡ് അണ്ടർ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ വെക്റ്റർ അഡീഷനിൽ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 വെക്റ്റർ എടുക്കണം. അപ്പോൾ ഞാനിവിടെ യു വി എന്ന് പറഞ്ഞിട്ട് 2 വെക്റ്റർ എടുക്കുകയാണ്. ആ വെക്റ്റർ ഏതൊക്കെയാണ്? ഒന്ന് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1, x2, x3 0 ആൻഡ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1, y2, y3 ആൻഡ് 0. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ x1 പ്ലസ് y1, x2 പ്ലസ് y2, x3 പ്ലസ് y3 ആൻഡ് 0 പ്ലസ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 പ്ലസ് y1, x2 പ്ലസ് y2, x3 പ്ലസ് y3, 0. ഇതൊരു 4 ടപ്പിൾ അല്ലേ, അത് ഡബ്ല്യുവിൻ്റെ അകത്ത് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ വെക്റ്റർ അഡീഷൻ എന്ന് പറയാം. ഇനി നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫീൽഡിൻ്റെ അകത്തുള്ള ഒരു കോൺസ്റ്റൻറ്റ് k എടുക്കണം. യു എന്ന് പറഞ്ഞ വെക്റ്റർ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ എടുത്തിട്ടുണ്ട്. യു എന്ന് പറഞ്ഞ വെക്റ്റർ എന്താണ്? x1, x2, x3, 0. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? k ഇൻറ്റു യു ചെയ്യുക. k ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ k ഇൻറ്റു x1, x2, x3, 0. k ഉള്ളോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? kx1, kx2, kx3 ആൻഡ് 0. ഇതും എന്താണ്? ഒരു 4 ടപ്പിളാണ്, അത് ഡബ്ല്യുവിൻ്റെ അകത്തുള്ള എലമെൻ്റാണ്. അപ്പോൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് പറയാം. അതായത് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇറ്റ്സെൽഫ് ഒരു വെക്റ്റർ സ്പേസ് ആണ്. ദെർഫോർ ഡബ്ല്യു ഇസ് എ സബ്സ്പേസ് ഓഫ് വി എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.